യുപിയിലെ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച റിപ്പോർട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി. പാർട്ടിയിലെ ആഭ്യന്തര കലഹം തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിമർശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായ പോരായ്മകൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടിൽ ഏറെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിമർശിച്ചുകൊണ്ടുള്ള വരികളാണ്. ചോദ്യപേപ്പർ ചോർച്ച, സർക്കാർ ജോലികളിൽ കരാർ ജീവനക്കാരെ നിയമിക്കൽ, സർക്കാരിന്റെ ബുൾഡോസർ രാജനയം എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വെറുപ്പിന് കാരണമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യോഗിയുടെ ഭരണം പാർട്ടിയിലെ പ്രാദേശിക നേതാക്കളിൽ പോലും അതൃപ്തി ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. ബിജെപി മിന്നും വിജയം പ്രതീക്ഷിച്ചിരുന്ന അയോധ്യ, അമേഠി മണ്ഡലങ്ങളിലെ 40,000 പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി റിപ്പോർട്ട് തയ്യാറാക്കിയത്. 2014, 2017, 2019, 2022 എന്നീ വർഷങ്ങളിൽ ബിജെപിക്ക് കുർമി, മൗര്യ, ലോധ സമുദായങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ യോഗിയുടെ സവർണ മേധാവിത്വം ദളിത് വോട്ടുകൾ കുറയുന്നതിന് കാരണമായി. ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുകയും ചെയ്തു. ബിജെപിയുടെ വിജയക്കുതിപ്പിന് തുരങ്കം വെക്കാൻ യോഗിയെ അനുവദിക്കരുതെന്നാണ് വിശദീകരണ റിപ്പോർട്ടിലെ മറ്റൊരു ആവശ്യം. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നതിനിടെയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ റിപ്പോർട്ട്. യോഗി ആദിത്യനാഥിന്റെ ധാർഷ്ട്യവും ഭരണത്തിലുള്ള എതിർപ്പും ഉപമുഖ്യമന്ത്രി കേശവ് മൗര്യ കഴിഞ്ഞ ദിവസം ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ അറിയിച്ചിരുന്നു. പിന്നാലെ പാർട്ടി പ്രവർത്തകരെ അനുകൂലിച്ചും സർക്കാരിനെ വിമർശിച്ചും അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. ഇതിനിടെ ചില നാടകീയ രംഗങ്ങളും യുപിയിൽ അരങ്ങേറി. രാജ്യസന്നദ്ധത അറിയിച്ച് ഉപമുഖ്യമന്ത്രി കേശവ് മൗര്യ രംഗത്തെത്തിയപ്പോൾ സംഘടനാ തലത്തിൽ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് സംസ്ഥാന ഘടകം. യോഗി ആദിത്യനാഥിനെതിരെ പാർട്ടിയിൽ തന്നെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.